നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. കേരളത്തിൽ വന്ന വിവാഹിതയായ മൊണാലിസ അന്ന് കുംഭമേളയിലെ വൈറൽ താരമായിരുന്നു. ആ മൊണാലിസയുടെ ജനനരേഖ അത് പുതിയതായി ഒന്ന് സമർപ്പിക്കുകയാണ് അവളുടെ കുടുംബം. പ്രായപൂർത്തിയായോ മൊണാലിസയ്ക്ക് എന്ന് സംശയമുയർത്തുന്ന വിധത്തിൽ 2009 അവളുടെ ജനന തീയതി കാണിക്കുന്നത്. എന്താണ് അതിലെ സത്യം? ഇനി മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ ഒരു VIP ജോത്സ്യനുണ്ട്. അയാളുണ്ടല്ലോ 58 സ്ത്രീകളെയാണ് ജോത്സ്യത്തിന്റെയും ഭക്തിയുടെയും മറവിൽ പീഡിപ്പിച്ചത്. ഈ വാർത്തയിലേക്ക് വിശദമായി എത്താം. സ്വാഗതം 20th അവറിലേക്ക്. പ്രയാഗ്രാജ് കുംഭമേളയിലെ ആ വൈറൽ പെൺകുട്ടി മൊണാലിസ കേരളത്തിലെത്തി വിവാഹം കഴിച്ചത് പ്രായപൂർത്തിയായ ശേഷമാണോ? തിരുവനന്തപുരത്ത് അന്ന് ഇടത് നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിവാഹം നടന്നപ്പോൾ ഈ സംശയം ഉടലെടുത്തതാണ്. ചില ഹിന്ദു സംഘടനകൾ ഇത് ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ മധ്യപ്രദേശുകാരിയായിട്ടുള്ള മൊണാലിസയുടെയും മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള ഫർമാൻ ഖാന്റെയും വിവാഹം വീണ്ടും വിവാദത്തിലായിരിക്കുകയാണ്. വീണ്ടും പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ആ വിവാഹം എന്ന് പറയുന്നതാകും ശരി. മകൾക്ക് വിവാഹപ്രായം ആയിട്ടില്ല എന്ന് കാട്ടി അവളുടെ മാതാപിതാക്കൾ മധ്യപ്രദേശിൽ പരാതി നൽകിയിരിക്കുകയാണ്. സംഗതി ഗൗരവമാണ്. കേസായാൽ അത് പോക്സോ വകുപ്പ് പ്രകാരമാകും. ഈഴവ സമുദായ നിയന്ത്രണത്തിലുള്ള അരുമാനൂർ ശ്രീ നൈനാർ മഹാദേവ ക്ഷേത്രത്തിൽ ഈ മാസം 11 തീയതിയായിരുന്നു ഇവരുടെ വിവാഹം. കേരളത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് മൊണാലിസ. അതിനിടയിൽ നാട്ടിൽ വേറെ വിവാഹാലോചനകൾ നടക്കുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് കാമുകനായിട്ടുള്ള ഫർമാൻ ഖാനുമായി ഒന്നിക്കാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ രണ്ടുപേരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടാണ് ഈ ആവശ്യം അറിയിക്കുന്നത്. ആധാർ കാർഡ്, ജനനതീയതി തെളിയിക്കുന്നതിനുള്ള രേഖ എന്നിവ പോലീസിന് നൽകിയതിനെ തുടർന്നാണ് വിവാഹത്തിനുള്ള വഴിയൊരുങ്ങുന്നത്. സംഭവം പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, ജില്ലാ സെക്രട്ടറി A റഹീം MP എന്നിവരും വിവാഹത്തിന് പിന്തുണ നൽകി രംഗത്തെത്തുകയും ചെയ്തു. ആദ്യം ആ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. പിറ്റേന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇവർ വാർത്താ സമ്മേളനത്തിനെത്തി. അപ്പോഴും മൊണാലിസ ഉറപ്പിച്ചു പറഞ്ഞു തനിക്ക് 18 വയസ്സായി എന്ന്. തന്റെ ഇഷ്ടം ഫർമാന്റെ കൂടെയുള്ള ജീവിതമാണെന്ന് അവൾ പറഞ്ഞു. ഇതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. കുടുംബം നൽകുന്ന ജനനരേഖയിൽ കാണിക്കുന്ന തീയതി അത് വ്യത്യസ്തമാണ്. ഇതാണ് ആ ജനന സർട്ടിഫിക്കറ്റ്. കേസ്മാർട്ട് ആപ്പിൽ 2008 ജനിച്ചു എന്ന് പറയുന്ന മൊണാലിസയുടെ ജനനം ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം 2009 ഡിസംബർ 30 തീയതിയാണ്. ജനന സമയം പുലർച്ചെ 5:50. തിരുവനന്തപുരത്ത് നൽകിയ സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണെങ്കിൽ അവൾക്ക് വിവാഹപ്രായമായിട്ടുണ്ട്, പ്രശ്നമില്ല. എന്നാൽ ഇക്കാണുന്നതാണ് ശരിയെങ്കിൽ മധ്യപ്രദേശ് ജില്ലയിലെ നിമാർ ജില്ലയിലെ മഹേശ്വർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ജയ്സിംഗ് ഭോസ്ലെയുടെയും ലത ഭോസ്ലെയുടെയും മകളായി മൊണാലിസ ജനിച്ച ആ തീയതി ശരിയാണെങ്കിൽ അവൾക്ക് പ്രായം തികഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. പോക്സോ കേസാകാനും സാധ്യതയുണ്ട്. കല്യാണം കഴിച്ച ഫർമാൻ മാത്രമല്ല, കല്യാണത്തിന് മാല കൊണ്ടുപോയി കൊടുത്ത നേതൃത്വം CPM നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ പെടാനും സാധ്യതയുണ്ട്.
മൊണാലിസയും ഫർമാനും വിവാഹം കഴിച്ചതിന് പിന്നാലെ ന്യൂസ് 18 മധ്യപ്രദേശ് പ്രതിനിധികൾ ഒരു അന്വേഷണം നടത്തിയിരുന്നു. മൊണാലിസയുടെ ഗ്രാമത്തിലെത്തി അവളുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ടു. അവരെല്ലാം പറഞ്ഞത് കേരളത്തിൽ സിനിമയിൽ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയി ചതിയിൽപ്പെടുത്തി മകളെ വിവാഹം കഴിപ്പിച്ചു എന്നാണ് അവളുടെ അച്ഛൻ. तो ये बोल के भेजा वहाँ से कि आप चले जाओ, इसको तो पढ़ा लिखा के फिल्म बनाएंगे इधर। बोले कि तुम्हारे को कोई चीज का टेंशन नहीं, बोले लड़की सिर्फ पढ़े लिखे ज्ञान। मैं इधर आया तो सब मैं देख रहा हूँ मोबाइल में, तो सब शादी हो गई। तो मैं इसके लिए सोचता हूँ कि कोई मेरा साथ दे, कि कोई लड़की को मेरे तक ले आए. മധ്യപ്രദേശ് പോലീസ് കേസെടുത്താൽ തനിക്ക് വിവാഹപ്രായം ആയി എന്ന് തെളിയിക്കേണ്ടത് മൊണാലിസയുടെ ബാധ്യതയാവുകയാണ്. മൊണാലിസയുടെ മാത്രമല്ല, ഇവിടെ വിവാഹം നടത്താൻ സഹായം നൽകിയവരുടെയും. ഇനി പോലീസിൽ ഇപ്പോൾ ഹാജരാക്കിയ തെളിവുകൾ അത് വ്യാജമാണെങ്കിൽ മൊണാലിസയുടെ ജീവിതം അല്ലല്ലാതെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിലെ സത്യാവസ്ഥ എന്താണെങ്കിലും കണ്ടെത്തട്ടെ. മധ്യപ്രദേശ് പോലീസ് അവിടെ പുതിയ FIR രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കേരളത്തിൽ ഈ പരാതി നിലനിൽക്കുന്നതിനാൽ കേരള പോലീസിന്റെയും അന്വേഷണത്തിൽ ഈ സംഭവം വരും. ജ്യോതിഷത്തിന്റെ മറവിൽ പീഡന പരമ്പര കണ്ടെത്തിയത് 58 സ്ത്രീകളുമായുള്ള അശ്ലീല ദൃശ്യങ്ങൾ. VIP ജോൾസൺ അറസ്റ്റിൽ. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്ന സംഭവമാണ്. നാസിക് സ്വദേശിയായിട്ടുള്ള അശോക് ഖാരാത്ത് 67 വയസ്സാണ്. ഒരു 35-കാരിയുടെ പരാതിയിലാണ് പോലീസ് ഈ അശോക് ഖാരാത്തിനെ അറസ്റ്റ് ചെയ്തത്. യുവതിയെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ആ കേസ്. ആത്മീയതയുടെയും ജ്യോതിഷത്തിന്റെയും മറവിൽ ഒരുപാട് സ്ത്രീകളെ അയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു അത്രേ. ഹിപ്നോട്ടിസമാണെന്ന് പറഞ്ഞ് ലഹരി മരുന്ന് നൽകി മയക്കും, അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ചാണ് ആ പരാതിക്കാരി 35 വയസ്സുകാരി ഈ അശോക് ഖാരാത്തിനെതിരെ പോലീസിനെ സമീപിച്ചത്. അങ്ങനെ യുവതിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണം അതിൽ കൂടുതൽ സ്ത്രീകളെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഏകദേശം 58 സ്ത്രീകളുമായുള്ള അശ്ലീല വീഡിയോകളാണ് ഈ പ്രതിയുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാര ക്രിയകൾ ചെയ്യാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഈ പീഡനങ്ങൾ. ജോത്സ്യനായിട്ടുള്ള ഈ അശോക് ഖാരാത്ത് ഒരു റിട്ടയർഡ് മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ കൂടിയാണ്. VIP ജോത്സ്യനായി അങ്ങനെ അറിയപ്പെട്ടിരുന്ന വിലസിയിരുന്ന ഇയാൾ സ്വയം ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഈ സ്ത്രീകൾ പ്രശ്നപരിഹാരത്തിനായി വരുമ്പോൾ ലഹരി മരുന്ന് നൽകി ലൈംഗികമായി ഉപദ്രവിക്കുന്നതായിരുന്നു അയാളുടെ രീതി. ഭർത്താവ് മരിക്കും, അതിന്റെ തീയതി പറയും, മന്ത്രവാദം ചെയ്ത് ഭർത്താവിനെ അപായപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ഈ സ്ത്രീകളെ പലപ്പോഴായി ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് പലപ്പോഴും ലൈംഗിക ദുരുപയോഗം ആ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നത്. തന്റെ ഓഫീസിൽ ഒരു ഒളി ക്യാമറ സ്ഥാപിച്ച് ഇയാൾ ഈ പീഡന ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നതും പതിവായിരുന്നു. പോലീസ് പിടിച്ചെടുത്ത ഒരു പെൻഡ്രൈവ്, അതിൽ 58ഓളം സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങളാണ് കണ്ടെത്തിയത്. നാസിക്കിലെ സമ്പന്നർ താമസിക്കുന്ന കാനഡ കോർണർ എന്ന ഒരു മേഖലയിലാണ് അശോക് ഖാരാത്ത് ഈ താമസമൊക്കെ ഉണ്ടായിരുന്നത്. ജോത്സ്യൻ എന്ന നിലയിൽ അവിടെ വലിയ പ്രശസ്തി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഡൽഹി, മഹാരാഷ്ട്ര ഉൾപ്പെടെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി ഇയാൾക്ക് ഉന്നതരുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. മുർഗാവിൽ അശോക് ഖാരാത്ത് സ്വന്തമായ ഒരു ക്ഷേത്രവും സ്ഥാപിച്ചു. അങ്ങനെ പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കളുണ്ട്, സെലിബ്രിറ്റികളുണ്ട്, ബിസിനസ്സുകാരുണ്ട്. ഇവരൊക്കെ പലപ്പോഴും ഇയാളെ കാണാനായി സന്ദർശകരായി ഇവിടെ എത്തുമായിരുന്നു. വിവരങ്ങൾ ചോരാതിരിക്കാൻ അതീവ രഹസ്യമായിട്ടാണ് പോലീസ് ഈ ഖാരാത്തിന്റെ അറസ്റ്റ് പ്ലാൻ ചെയ്തത്.
ഈ ഖാരാത്ത് നാസിക്കിലെ ഫാം ഹൗസിലുണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടെ പോലീസ് സംഘം വളരെ രഹസ്യമായി ഈ ഫാം ഹൗസിലെത്തി. തുടർന്ന് അർദ്ധരാത്രിയോടുകൂടി പോലീസുകാർ തന്നെ കള്ളനുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ് ബഹളമുണ്ടാക്കി ഫാം ഹൗസിലേക്ക് ഇരച്ചു കയറുകയാണ്. കള്ളനെ പിടിക്കാനെന്ന വ്യാജേന കൂടുതൽ പോലീസുകാരും പിന്നാലെ എത്തി. അങ്ങനെ ഈ ബഹളത്തിനിടെ ചില ഉദ്യോഗസ്ഥർ ഫാം ഹൗസിൽ അശോക് ഖാരാത്ത് കഴിഞ്ഞിരുന്ന ആ വീടിനുള്ളിലേക്കും പ്രവേശിച്ചു. അങ്ങനെ കിടപ്പ് മുറിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവിടെ നടത്തിയ പരിശോധനയിൽ ഒരു തോക്ക്, കുറച്ച് വെടിയുണ്ടുകളും ഒരുപാട് രേഖകളും പോലീസ് പിടിച്ചെടുത്തു. മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ വിവാദത്തിനും ഈ സംഭവം തിരികൊളുത്തിയിട്ടുണ്ട്. കാരണം ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കൾക്ക് അശോക് ഖാരാത്ത് സ്ഥിരം സന്ദർശകനും അടുത്ത സുഹൃത്തുമാണ്. ഈ വിവരങ്ങളൊക്കെ പുറത്തുനിന്നുകൂടിയാണ് രാഷ്ട്രീയ ആയുധമായും ഈ VIP ജോൾസന്റെ പീഡന വിവരം വിവാദമായത്. എന്താണെങ്കിലും ചില്ലറക്കാരനല്ലാത്ത ആ ക്യാപ്റ്റൻ ജോൾസൻ ഇപ്പോൾ അഴിക്കുള്ളിലുണ്ട്. തൂത്തുക്കുടിയിൽ 17 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റ് കൊലപാതകം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം ഏറ്റുവാങ്ങി ബന്ധുക്കൾ. മാർച്ച് 11-ാം തീയതിയാണ് +2 വിദ്യാർത്ഥിയായിട്ടുള്ള പെൺകുട്ടിയെ കാണാതാവുന്നത്. പിന്നീട് ഈ പെൺകുട്ടിയുടെ മൃതദേഹം തൂത്തുക്കുടിയിലെ കുളത്തൂരിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. കാണാതായ ശേഷം വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ അന്വേഷണം തെരച്ചിലിലാണ് ആ മൃതദേഹം കണ്ടെത്തുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങില്ല, സ്വീകരിക്കില്ല എന്ന് കുടുംബവും നാട്ടുകാരും നിർബന്ധം പിടിച്ചു. വലിയ പ്രതിഷേധമായിരുന്നു. കാരണം അതിക്രൂരമായിട്ടുള്ള പീഡനം, മർദ്ദനമെല്ലാം ഉണ്ട്. അതിനുശേഷം കൊലപാതകവും. അങ്ങനെ ഒടുവിലേതാ രാമനാഥപുരം സ്വദേശിയായിട്ടുള്ള ധർമ്മ മുനേശ്വരൻ എന്നയാളെയാണ് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതാണ്ട് ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ അറസ്റ്റ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഈ പോലീസ് സംഘത്തിന്റെ പിടിയിലാകുന്നത്. இப்போ இந்த வழக்கில் பார்த்தீங்க அப்படின்னா ஒரு நபர் இப்போ வந்து கைது செய்யப்பட்டிருக்காரு. ஃபஸ்ட்டு விஷயம், அந்த நபருக்கு நம்ம எப்படி கைது அப்படின்ட்டு பார்த்தீங்கன்னா இந்த இன்வெஸ்டிகேஷன் எல்லாமே வந்துட்டு பியோர்லி சயின்டிஃபிக் லைன்ஸில் தான் நம்ம பண்ணது. சம்பவம் நடந்த அன்னைக்கே வந்துட்டு ஃபிங்கர் பிரிண்ட் எக்ஸ்பர்ட்டு, டாக் ஸ்குவாடு, ஃபொரன்சிக் சயின்டிஃபிக் டீமு இவங்க எல்லாமே வந்துட்டு சம்பவத்தில் இருக்கக்கூடிய தடயங்கள் எல்லாத்தையுமே சேகரித்து நமக்கு வந்துட்டு ஒரு தனித்தனியாக வந்துட்டு ஸ்பெஷல் ரிப்போர்ட் எல்லாமே கொடுத்துட்டாங்க. அது மட்டும் இல்லாமல் வெவ்வேறு கோணங்களில் மல்டிபிள் லைன்ஸில் இந்த இன்வெஸ்டிகேஷனு, உதாரணத்துக்கு சம்பவ இடத்துல CCTV இல்லைனாலும் சம்பவ இடத்த சுற்றி இருக்கக்கூடிய CCTVஸை கண்காணிக்கிறதுக்கு அதுக்குன்னு தனிப்படைகள் அமைச்சோம். 98 CCTV கேமராக்கள், நான் திருப்பி சொல்கிறேன், சம்பவ இடத்துல நேரடியாக இந்த சம்பவம் நடந்ததை பதிவு இருக்கிற மாதிரி CCTV கிடையாது. சம்பவத்தை சுற்றி இருக்கக்கூடிய இடங்களில் இதுக்கு 98 CCTVs எல்லாத்தையுமே அனலைஸ் பண்ணது. പ്രതി ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് പറയുന്നത്. 2022-ൽ സമാനമായിട്ടുള്ള കുറ്റകൃത്യം ഇയാൾ ചെയ്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഈ ബലാത്സംഗത്തിനും അതിനുശേഷമുള്ള കൊലയ്ക്കുമൊക്കെ ശേഷം ആ പ്രദേശത്ത് നടന്നത്. ഇതേ തുടർന്ന് 10 പ്രത്യേക സംഘത്തെ രൂപീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. പ്രതിയെ പിടികൂടിയ പശ്ചാത്തലത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ച് ബന്ധുക്കൾ ആ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായി. போன 10ஆம் தேதி என் மகள் பிரதீபா காணாமல் போனான்.
நாங்கள் தேடி பார்த்து கிடைக்காதனால ஸ்டேஷனுக்கு போனோம். அங்கே அப்படி இப்படின்னு சொல்லி தவறாக பேசி அலக்கழிச்சிட்டாங்க. அதுக்கப்புறம் நாங்களே தேடி பார்த்து நாங்களே தான் எடுத்தோம். எடுத்ததுக்கப்புறம் ஆஸ்பத்திரி கொண்டு போனோம். இப்போ எல்லாம் தேடி பார்த்து அக்யூஸ்லாம் கண்டுபிடிச்சிட்டாங்கன்னு சொல்கிறாங்க. நான் டிவியில் பார்த்தேன். இனிமேலும் இந்த மாதிரி நடக்காத அளவுக்கு எல்லா காவல்துறையும் சேர்ந்து நல்ல முறையில் செயல்படணும். இதே கடைசியாக இருக்கணும். நாளைக்கு என் குழந்தைய வாங்குறதுக்கு நான், ஊர் பொதுமக்கள், என் பெற்றோர்கள் எல்லோரும் தயாராக இருக்கோம். குற்றவாளிக்கு எந்த மாதிரி தண்டனை கிடைக்கும்? குற்றவாளிக்கு உயிர் போகிற தண்டனை தான் கொடுக்கணும். அவன் இனிமேல் வெளியில் வரக்கூடாது. இந்த மாதிரி சம்பவம் நடந்ததுக்காக இனிமேல் நடக்காமலும் இருக்கணும். அதுக்காக தான் அவன் சொல்கிறேன், உயிரோடு இருக்கவே கூடாது. ഇനി ആ കൊടും ക്രിമിനൽ പുറം ലോകം കാണരുത് എന്നാണ് ആ കുടുംബത്തിന്റെ ആവശ്യം. ആ അച്ഛൻ ആവശ്യപ്പെടുന്നത് തന്റെ മകൾക്ക് സംഭവിച്ചത് ഇനി ആർക്കും ഉണ്ടാകരുത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടന്നത്. കുറ്റകൃത്യം നടന്ന ആ സ്ഥലത്ത് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവുമൊക്കെ എത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇനി കൃത്യമായ സ്ഥലങ്ങളിൽ CCTV കവറേജുകൾ ഇല്ലാതിരുന്ന കാര്യമാണ്, അതാണ് വലിയ തടസ്സമായിരുന്നത് ഈ ഒരാഴ്ച കാലഘട്ടം നീളാനുള്ള കാരണമെന്ന് പോലീസ് പറയുന്നു. എന്നിരുന്നാലും സമീപ പ്രദേശങ്ങളിലെ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ടവർ ഡാറ്റയ്ക്കൊപ്പം ഏതാണ്ട് 98 CCTV റെക്കോർഡിങ്ങുകൾ പരിശോധിച്ച ശേഷമാണ് തമിഴ്നാട് പോലീസ് പ്രതിയിലേക്ക് എത്തുന്നത്. ിലേക്ക് വീണ്ടും സ്വാഗതം. പാഞ്ഞു വന്ന ട്രെയിനിന് മുന്നിലേക്ക് മകളെ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ച അമ്മ. ദൃശ്യങ്ങൾ CCTVയിൽ. 8 വയസ്സുകാരി ഗുരുതരാവസ്ഥയിൽ. മധ്യപ്രദേശിലെ നർമ്മദാപുരം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. അമ്മയോടൊപ്പമാണ് ആ 8 വയസ്സുകാരി റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത്. പെൺകുട്ടിയുടെ അമ്മ സർക്കാർ ജീവനക്കാരിയാണ്. ആ പെൺകുട്ടിയുടെ തലയിലും അരയിലും തോളിലും ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലാണ്. 2ാം ക്ലാസ്സുകാരി അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ ചികിത്സയിലുമാണ്. ഇനി ഈ മകളെ ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കവേ പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPF കണ്ടെത്തിയിട്ടുണ്ട്. മരണശേഷം ആശ്രിത നിയമനമായി, അതായത് ഭർത്താവിന്റെ മരണശേഷമാണ് സർക്കാർ ജോലി ലഭിക്കുന്നത് ഈ അമ്മയ്ക്ക്, ആ സ്ത്രീക്ക്. ഈ അമ്മയും ഈ മകളും ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. സംഭവത്തിന് മുമ്പ് അമ്മയും മകളും ഏതാണ്ട് 3 മണിക്കൂറോളം ആ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു എന്നാണ് ആ സ്റ്റേഷനിലെ ജീവനക്കാർ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിനും ഒപ്പം അവിടെ കണ്ട ഓർമ്മയിലും പറയുന്നത്. രാത്രി ഏതാണ്ട് 7:40 കൂടിയാണ് തമിഴ്നാട് എക്സ്പ്രസ് ആ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നത്. പെട്ടെന്നാണ് ഈ പെൺകുട്ടിയെ ട്രാക്കിലേക്ക് ആ അമ്മ തള്ളിയിടുന്നതെന്ന് പോലീസ് പറയുന്നു. देखिए, कल शाम को 7:40 पे जब तमिलनाडु एक्सप्रेस आती है, उसी समय एक महिला अपनी 8 साल की बच्ची को प्लेटफार्म पे खड़ी हुई दिखाई दे रही है। और काफ़ी समय से वो यहाँ पे खड़ी हुई थी और ट्रेन आती हुई देखने के बाद भी वो लंबे समय तक प्लेटफार्म के किनारे पे खड़ी हुई दिखी हमें यहाँ पे। और जब ट्रेन निकली तो उसने शायद बच्ची को धक्का दिया, ऐसी CCTV फुटेज में दिखाई दे रहा है। और उसी रात हम पूरे मामले की अभी जांच कर रहे हैं. എഞ്ചിനിൽ തട്ടി വീണ പെൺകുട്ടി പ്ലാറ്റ്ഫോമിനും ആ ട്രാക്കിനും ഇടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ട്രെയിൻ കടന്നു പോകുന്നതുവരെ ആ പെൺകുട്ടി ആ പ്ലാറ്റ്ഫോമിലും ആ ട്രാക്കിനും ഇടയിലായി കുടുങ്ങിക്കിടന്നു. റെയിൽവേ ജീവനക്കാരും യാത്രക്കാരും ചേർന്നാണ് പെൺകുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിലെത്തിക്കുന്നത്.
വലിയ തോതിൽ ആ ശരീരത്തിൽ നിന്നും രക്തം വാർന്നുപോയ സാഹചര്യമാണ്. ആദ്യം അവളെ ജില്ലാ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ആരോഗ്യനില അതിഗുരുതരമായതിനാൽ വഷളായതിനാൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയെ രക്ഷിക്കരുത് എന്ന് ആ അമ്മ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായിരിക്കും കാരണം? കുറച്ച് വർഷങ്ങളായി ഈ അമ്മ, ഈ സ്ത്രീക്ക് മാനസിക വെല്ലുവിളിക്ക് ചികിത്സ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയ വിവരം. എന്തായാലും പോലീസ് അതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ആ പെൺകുട്ടി വെന്റിലേറ്ററിന്റെ സഹായത്തിൽ ഇപ്പോൾ ജീവനുമായി മല്ലിട്ട് ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20 മണിക്കൂറിൽ. നമസ്കാരം.